4 മാസം തന്നെ നടത്തണമെന്ന് പറഞ്ഞു. എന്തായാലും വെരി സാഡ്. ഓക്കെ ശരി. ഞാൻ ക്രൗൺ പ്ലാസയില്. ക്രൗൺ പ്ലാസ. എന്താ പരിപാടി? ഞാനിവിടെ എന്റെ ഹസ്ബൻഡ് ഇന്ന് വൈകുന്നേരം വരും. അപ്പൊ ഞാന് ഇവിടെ വന്നാ. ഹലോ എന്തേ ഞാനേ നിങ്ങളോട് ക്രൗൺ പ്ലാസ എന്താ പരിപാടി വൈകിട്ട് ഹസ്ബൻഡ് വരുമോ? അല്ല അതല്ല, ഞാൻ അങ്ങനെയല്ല, ബോംബെന്ന് മൂപ്പര് വരും എന്നാ ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, മൂപ്പര് വന്നിട്ടാണോ പരിപാടി? ഓ ആ പരിപാടി അങ്ങനെയൊന്നുമല്ല. അല്ലേ, ഞാനത് കൂട്ടി വായിക്കാം. നിങ്ങളോട് ചോദിച്ചു എന്താ ഇന്ന് പരിപാടി, വൈകിട്ട് ഹസ്ബൻഡ് വരും. ഞാൻ ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡ് ആയ ഒരു വ്യക്തിയാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും അറിയാത്ത ഒരു കാര്യം അതാണ്. അല്ല ഹസ്ബൻഡ് വന്ന് പോട്ടല്ല. യു ജസ്റ്റ് പിഷു, ഐ വാണ്ട് യു പീപ്പിൾ ടു ഗിവ് മീ ദ. ശരി, ഓക്കെ, ശരി. അയ്യോ വണക്കം. പാലക്കാട് MLA ആയിട്ടുള്ള രമേശ് പിഷാരടി അമ്മയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ശ്വേത മേനോനുമായിട്ട് സംസാരിച്ച ഒരു ഓഡിയോ ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കേട്ടത്. രമേശ് പിഷാരടി അതിനകത്ത് ശ്വേത മേനോനോട് പറയുന്നത്, ഭർത്താവ് ഒന്ന് പോട്ടെ, നമുക്കെല്ലാം ശരിയാക്കാം എന്നാണ് രമേശ് പിഷാരടി ശ്വേത മേനോനോട് പറയുന്നത്. എന്തർത്ഥത്തിലാണ് രമേശ് പിഷാരടി ഇത് ശ്വേത മേനോനോട് പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് അയാളൊരു MLA ആണ്, ഒരു സ്ത്രീയെ അപമാനിക്കുന്ന തരത്തിലാണ് ഇത് പറയുന്നത് എന്ന് നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശ്വേത മേനോൻ എൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, അപ്പോൾ നമ്മൾ തമ്മിൽ അങ്ങനെയുള്ള ടോക്കുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും എന്ന് വേണമെങ്കിൽ രമേശ് പിഷാരടിക്ക് പറയുകയും ചെയ്യാം. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരു സാധാരണ ഒരു സ്ത്രീയോട് ഒരാൾ വിളിക്കുകയാണ്, അതായത് എന്തിനോ ആയിക്കോട്ടെ, അതായത് ഒരു ഓഫീസർ വിളിക്കുകയാണ്, ഓഫീസർ വിളിച്ചിട്ട് ചോദിക്കുകയാണ് എവിടെയുണ്ട്. അപ്പോൾ അവർ പറയുന്നു ഞാനിവിടെ ക്രൗൺ പ്ലാസയിലുണ്ട് സാർ, എന്താ പരിപാടി? അതിൻ്റെ ഭർത്താവ് വന്നു കഴിഞ്ഞ ശേഷം അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അയാൾ ചിരിക്കുകയാണ്. അത് ചിരിക്കുന്നത് ഒരു വഷളം ചിരിയാണ്. അത് ചിരിച്ചു കഴിഞ്ഞ ശേഷം ഓ ഭർത്താവുമായിട്ടുള്ള പരിപാടിയാണല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സാധാരണ സ്ത്രീക്ക് എന്ത് തോന്നും? സ്വാഭാവികമായിട്ടും അവർ ഹ്യൂമിലിയേറ്റ് ആവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ പറയുകയാണ് സാർ ഞാൻ സ്ട്രൈറ്റ് ഫോർവേഡാണ്, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റുന്നതെന്ന് പറയുമ്പോൾ ഓ സ്ട്രൈറ്റ് ഫോർവേഡാണോ, എങ്കിൽ സാരമില്ല, ഭർത്താവ് ഒന്ന് പോട്ടെ, നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു സ്ത്രീക്ക് എന്താണ് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തതും അവളെ അപമാനിക്കുന്ന രീതിയിലും ഒരു ലൈംഗിക ചുവയുമുള്ള ഒരു സംസാരമാണ് അവിടെ നടക്കുന്നത്. നമുക്കറിയാം ഈ അമ്മയിലെ വിഷയം, അമ്മ എന്ന് പറയുന്ന ആ ഒരു സംഘടനയെക്കുറിച്ച്, ആ ചവറ് സംഘടനയാണ്, എനിക്ക് അതിനെക്കുറിച്ചൊന്നും എടുക്കാനായിട്ടൊരു താല്പര്യമില്ല. പക്ഷേ രമേശ് പിഷാരടി എന്ന് പറയുന്ന ഒരു MLA ഇത്തരത്തിലൊരു സംസാരം നടത്തിയ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നതുകൊണ്ടാണ് ഞാനിന്ന് എടുക്കാൻ നിർബന്ധിതനാകുന്നത്. എന്തായാലും രമേശ് പിഷാരടി നമ്മളെ രാഹുൽ മാങ്കൂട്ടം, അവിടെ അറിയാമല്ലോ പീഡന വീരനായിരുന്നു, ഗർഭം കലക്കി രാഹുൽ മാങ്കൂട്ടം, സ്ത്രീകളെ പീഡിപ്പിക്കുക, അതിനുശേഷം ഐ വാണ്ട് ടു മേക്ക് യു പ്രഗ്നൻറ്റ് എന്ന് പറഞ്ഞ് സ്വന്തം മുറിയിലേക്ക് വിളിച്ചു വരുത്തുക, സ്ത്രീകളെ പീഡിപ്പിക്കുക, പീഡിപ്പിച്ചു കഴിഞ്ഞ ശേഷം ഗർഭിണിയാക്കുക, ഗർഭിണിയായ ശേഷം ആ ഗർഭം കലക്കുക. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്. അതായത് ഇതൊരു ഫാൻറ്റസിയാണ് എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഈ ഫാൻറ്റസി എന്ന് പറഞ്ഞാൽ ക്രൂരമായിട്ടുള്ളൊരു ഫാൻറ്റസിയാണ്, ആർക്കും അംഗീകരിക്കാൻ കഴിയാത്തൊരു ഫാൻറ്റസിയാണ്. അതായത് തൻ്റെ പുരുഷത്വം തെളിയിക്കാനായിട്ട് മറ്റൊരു സ്ത്രീയെ ഗർഭിണിയാക്കുക, എന്നിട്ട് അതിക്രൂരമായി അവളെ ഉപേക്ഷിച്ച ശേഷം ആ ഗർഭം കലക്കി കളയുക എന്നുള്ളത് അതിക്രൂരമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അതിനുശേഷം പാലക്കാട്ടുകാർ വോട്ടിട്ട് തിരഞ്ഞെടുത്ത ഒരു MLA ആണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് രമേശ് പിഷാരടി. കാരണം രമേശ് പിഷാരടിയുടെ പല വാക്കുകളും ചിന്തോദ്വീപകമാണ്. ഇത് കറക്റ്റ് ആണല്ലോ എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും. അങ്ങനെയാണ് രമേശ് പിഷാരടി പല കാര്യങ്ങളും ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്കറിയാം രമേശ് പിഷാരടി പറയുന്നത് പോലെ തന്നെ ആ വാക്ക് തന്നെ ഞാനെടുത്ത് മുമ്പിലേക്ക് വെക്കുകയാണ്, എല്ലാവർക്കും രണ്ട് മുഖങ്ങളുണ്ട്, ഒന്ന് പബ്ലിക് ഫേസ്, ഒന്ന് പ്രൈവറ്റ് ഫേസ്. ഈ പബ്ലിക് ഫേസിൽ ആൾക്കാർ വളരെ സുന്ദരമായിട്ട് സംസാരിക്കും, സുസ്മേരവദനായിരിക്കും, അവരുടെ ക്യാരക്ടർ ജീവിതത്തിലും ഇതാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഈ ക്യാരക്ടറും ബിഹേവിയറും രണ്ടാണ്. ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരാളുടെ അടുത്തേക്ക് ചെല്ലുന്നു, അയാളുടെ അടുത്തേക്ക് ചെന്ന ശേഷം ഞാൻ അയാളോട് പെരുമാറുന്നതാണ് എൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ക്യാരക്ടർ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഞാൻ അയാൾക്കൊരു 10 രൂപ കൊടുക്കുന്നത് കൊണ്ട് എന്താണ് എൻ്റെ ക്യാരക്ടർ, ഞാനൊരു ദാനശീലനാണ്, ഓ എന്തുമല്ല ചെറുക്കൻ, അവൻ എനിക്ക് 10 രൂപ ചായ കുടിക്കാൻ തന്നു, അതായിരിക്കില്ല. ഞാൻ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരുത്തനായിരിക്കും, അതാണ് എൻ്റെ ക്യാരക്ടർ. ഈ ക്യാരക്ടർ മറച്ചു വെച്ചുകൊണ്ട് പല ആൾക്കാർക്കും എന്ത് ചെയ്യാൻ സാധിക്കും,
സാധിക്കും, സമൂഹത്തിൽ ജീവിച്ചു പോകാൻ സാധിക്കും. പക്ഷേ അയാളുടെ ക്യാരക്ടർ അറിയണമെങ്കിൽ, ഞാൻ പണ്ട് വായിച്ചൊരു കാര്യമുണ്ട്, ഒരാളുടെ ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ അയാളുടെ കൂടെ താമസിക്കണം, അല്ലെങ്കിൽ അയാളുടെ കൂടെ ഒരു യാത്ര പോകണം. അപ്പം നമുക്ക് മനസ്സിലാകും അയാളുടെ ക്യാരക്ടർ എന്താണെന്ന്. ഈ ക്യാരക്ടർ മറച്ചു വെച്ചുകൊണ്ട് വർഷങ്ങളോളം ഒരാൾക്ക് ഇരിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിൽ ക്രിസ്പി പറയുന്നത് പോലെ അടുത്തറിയുമ്പോഴാണ് ഉള്ളിലുള്ള വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞു പോകുന്നത് എന്ന് പറയുന്നത് പോലെയാണ് രമേശ് പിഷാരടിയുടെ കാര്യം എന്ന് പറയുന്നത്. സ്റ്റേജിൽ വന്നിട്ട് രമേശ് പിഷാരടി വലിയ രീതിയിൽ വായ്ത്താളം അടിക്കുമ്പോൾ ഇവിടെയുള്ള പല പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ആൾക്കാരും പറയാറുണ്ട്, ഒരു പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു തമാശ പോലും രമേശ് പിഷാരടി പറയാറില്ല എന്ന് പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ മഴവിൽ മനോരമയുടെ ഒരു സ്കിറ്റ് കണ്ടു, ഒരു കോമഡി സ്കിറ്റ്. ആ കോമഡി സ്കിറ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു കോമഡി എന്ന് പറയുന്നത് അത് കോമഡി ആയിട്ടാണ് അവർ കാണുന്നത്. അതിന് അവിടെ ഇരിക്കുന്ന മഞ്ജു പിള്ളയും കോട്ടയം നസീർ അടക്കമുള്ള ആൾക്കാരും പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് കേട്ടിട്ട് ചിരി വന്നില്ല. അത് ആർക്ക് കേട്ടാലും ചിരി വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ മൈനറായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ഒരാൾ പീഡിപ്പിക്കുന്നു. ആ പീഡിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് ആ പെൺകുട്ടി ഒച്ച വെച്ചില്ല? അതായത് നമ്മുടെ സോമൻ ഉണ്ടല്ലോ, ഹിറ്റ്ലർ സിനിമയുടെ, അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ, ഒന്ന് ഉറക്കെ കരഞ്ഞെങ്കിൽ ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ചോദിക്കും, എന്താ അവൾ ഒച്ച വയ്ക്കാത്തത്? അതെൻ്റെ ഒരു ഫുൾ ഡബിൾ മുണ്ട് അവളെ വായിക്കാത്ത ഞാൻ തിരികെ കയറ്റിയിരിക്കുകയായിരുന്നു. അതാണ് കോമഡി. അതായത് ഇത് കോമഡിയല്ല, ഇത് റേപ്പ് ജോക്കാണ്. ഇത് കോമഡിയായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു സാധനത്തിന് നമുക്ക് ഒരിക്കലും കോമഡി, അതൊരു മൈനർ ഗേളെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് എൻ്റെ ഓർമ്മയെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു തമാശകളും അടിക്കാത്തൊരു വ്യക്തിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. പോരാത്തതിന് ദിലീപിനെ കുറിച്ച് പല ആൾക്കാരും പറയുമ്പോഴും പറയുന്ന കാര്യം ഇതാണ്, ദിലീപിൻ്റെ തമാശകളൊക്കെ ഔട്ട്ഡേറ്റ് ആയി കഴിഞ്ഞു. പോരാത്തതിന് ദിലീപിൻ്റെ തമാശകളെല്ലാം റേപ്പ് ജോക്കുകളാണ് ദിലീപ് അടിക്കുന്നത്. മീശമാധവനിലെ ദിലീപ് ഈ ഓടിളക്കി താഴെ വന്നിട്ട് ദിലീപ് കാവ്യമാധവൻ ഉറങ്ങിക്കിടക്കുന്ന കാവ്യമാധവൻ നോക്കി പറയുന്ന ഒരു ഡയലോഗുണ്ട്, ഒരു റേപ്പ് അങ്ങോട്ട് വെച്ച് തന്നുണ്ടല്ലോ, നീ പിന്നെ 10 മാസം അമ്മേ അമ്മേ എന്ന് വിളിച്ച് നടക്കുമെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ആ കോമഡിയൊക്കെ ഭയങ്കര റേപ്പ് ജോക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ രമേശ് പിഷാരടി എടുത്ത് തലയിൽ വെക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രമേശ് പിഷാരടി ഞാനും ശ്വേതാ മേനോനും ഇൻറ്റിമേറ്റ് ഫ്രണ്ടാണ്, നമ്മൾ തമ്മിൽ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞ് രമേശ് പിഷാരടിക്ക് എന്ത് ചെയ്യാം, അത് ഞാൻ ന്യായീകരിക്കാം. പക്ഷേ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, എന്തൊക്കെയായിരുന്നാലും നമ്മുടെ ജോർജ് സാറ് പറയുന്നത് പോലെ ഏത് ബാത്റൂമിലും കുറ്റിയിട്ടും കുറ്റിയിടാതെയും കുളിക്കാനായിട്ട് ജോർജ് സാറിന് സാധിക്കും. കാരണം അവിടെ അശ്ലീലമായിട്ട് ജോർജ് സാർ ഒന്നും ചെയ്യുന്നില്ല, കുളിക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു സ്ട്രെയിഞ്ചർ ആയിക്കൊള്ളട്ടെ, അവരോട് പെരുമാറുമ്പോൾ ഓവർ സ്വാതന്ത്ര്യമെടുത്ത് ഇത്തരത്തിലുള്ള വൃത്തികെട്ട തമാശകളൊക്കെ അടിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയോട് അടിക്കുന്നത്, അതത്ര ഉചിതമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിലയിരുത്തൽ. പിന്നെ അമ്മയെക്കുറിച്ച് പറയണം, അമ്മ സംഘടന, ഇതിനകത്തുള്ള ഈ ചവർ വാർത്തകൾ സത്യം പറഞ്ഞാൽ ഞാൻ എടുക്കാറില്ല. രമേശ് പിഷാരടിയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് ലീക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം എടുക്കുന്നത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് അമ്മ സംഘടനയിലെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് TRP കൂടും, റേറ്റിംഗ് അതിഭീകരമായിട്ട് കൂടും. കാരണം നമ്മുടെ ജനങ്ങൾക്ക് ഈ താരങ്ങൾ ഒരു ബിഗ് ബോസ് പോലെയാണ്, താരങ്ങൾ തമ്മിലടിക്കുന്നത് കാണാൻ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷയാണ്. എന്താണ് അതിനകത്ത് നടക്കുന്നത്, ഈ താരങ്ങളുടെ സ്വകാര്യ ജീവിതം എങ്ങനെയാണ്, അവർ ഈ താരങ്ങളെ പോലെയാണോ പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ്. അതിനകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബാബുരാജൊക്കെ കിടന്ന് അടി കൂടുന്നതും, ബാബുരാജ് എന്നെ ഉന്തി തള്ളി കാർക്കിച്ച് തുപ്പി എന്നൊക്കെ പറയുമ്പോൾ ഇവർ അപ്പോൾ ഇവൻ ജീവിതത്തിലും വില്ലനാണല്ലേ എന്നുള്ളൊരു തോട്ട് ജനങ്ങൾക്കിടയിൽ, അതൊക്കെ അറിയാൻ അവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവർ സ്ത്രീകളുടെ പ്രശ്നമെന്ന് പറഞ്ഞ് നമ്മുടെ മാപ്രകൾ എടുക്കുന്ന ഈ അമ്മയുടെ പ്രശ്നം യഥാർത്ഥത്തിൽ സ്ത്രീകളുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ അമ്മയിൽ മാത്രമേ ഉള്ളൂ സ്ത്രീകൾ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. അമ്മയിൽ മാത്രമല്ല സ്ത്രീകൾ, ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസ് ഇവിടുത്തെ മാധ്യമങ്ങൾ അങ്ങേയറ്റം ആഘോഷിച്ചൊരു കേസാണ്. ആ നടി ആക്രമിക്കപ്പെട്ട കേസ് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇത്രയധികം ആഘോഷിച്ചത്? എത്രയോ സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ ആക്രമിക്കപ്പെടുന്നു, റേപ്പ് ചെയ്യപ്പെടുന്നു, അങ്ങനെ പല പല കേസുകളുണ്ട്. അതൊന്നും മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷിക്കാറില്ല. മറിച്ച് ഈ നടിക്ക് ഒരു വലിയ പ്രിവിലേജ് നമ്മുടെ മാധ്യമങ്ങൾ കൊടുത്തു. അതും അവർ നടിയായതുകൊണ്ട് മാത്രമാണ് ആ പ്രിവിലേജ് കൊടുത്തതെന്നാണ് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നത്. കാരണം അത് മാധ്യമങ്ങൾക്ക് സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധത കൊണ്ടൊന്നുമല്ല, മറിച്ച് ഇവരെക്കുറിച്ച് വാർത്ത എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ കാണാനായിട്ടുണ്ടാകും എന്നാണ് മാധ്യമങ്ങൾ പ്രധാനമായിട്ടും വിചാരിക്കുന്നത്. എന്തായിരുന്നാലും അമ്മയിലെ ഈ കേസ്, അമ്മയിലെ സ്ത്രീകൾ എന്ത് ചെയ്യുന്നു, അപമാനിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെന്ത് ചെയ്ത് പഴയ സംഘടന, നമ്മുടെ ഇടവേള ബാബുച്ചേട്ടൻ്റെ സംഘടനയുണ്ട്, അങ്ങേര് പൊന്നുപോലെ കൊണ്ടു തീർന്ന സംഘടനയാണ്. അങ്ങേരുണ്ടായിരുന്നപ്പോൾ എല്ലാ അടിയും അങ്ങേരെന്ത് ചെയ്യും, മധ്യസ്ഥത നിന്ന് പറഞ്ഞു തീർക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എന്താണ്, ഒരു സ്ത്രീ പ്രാതിനിധ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ പ്രസിഡൻ്റായിട്ട് ഒരു സ്ത്രീയെ കൊണ്ടുവന്നു, ശ്വേതാ മേനോൻ. അതിനുശേഷം ആടിയുടെ ഇടിയുടെ പൂരമാണ് അമ്മയ്ക്കകത്ത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചി മാന്തി പിടിച്ച് തള്ളി എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാലാ പാർവതി, നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള മാലാ പാർവതി, അറിഞ്ഞൂടെ, മറ്റേ സീമാ വിനീതിന് മറ്റേ അശ്ലീല മെസ്സേജ് അയച്ച മറ്റേ സാധനത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു കൊടുത്ത ഒരു മകൻ, അതാണ് ഇവരുടെ മകൻ. ഇവരുടെ മകനാണ്, മാലാപാർവതിയുടെ മകനാണ് അത്. ആ മാലാപാർവതിയുടെ മകനെ അന്ന് മാലാപാർവതി ന്യായീകരിച്ചില്ല. നിങ്ങൾ മറന്നുപോയതായിരിക്കും, ഞാനൊന്ന് ഓർമ്മിച്ചേ ഉള്ളൂ. അതെന്തിനാടാ വന്ന് ഇവിടെ പറയുന്നത് ഇന്ന് ചില ആൾക്കാർ ചോദിച്ചിരിക്കുകയല്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ആ മാലാപാർവതി വന്നിട്ട്
മാലാപാർവതി ഒരു ആരോപണം ഉന്നയിച്ചു. അതായത് അമ്മയിൽ BJP പിടിമുറുക്കുന്നു എന്നാണ് മാലാപാർവതി പറഞ്ഞത്. അതായത് ഈ സാധാരണ ഈ ഒരു വിഷയം ഇങ്ങനെ നടക്കുമ്പോൾ അതിനൊരു ഗുമ്മില്ല, മറിച്ച് BJP, സംഘപരിവാർ, ഹിന്ദുത്വ ഭീകരത എന്നൊക്കെ പറയുമ്പം അതിനൊരു ഗുമ്മുണ്ട്. കുറച്ചുകൂടെ കയറി അങ്ങ് കൊഴുക്കും, രാഷ്ട്രീയക്കാരൊക്കെ ഇടപെടും എന്ന് വിചാരിച്ചുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. BJP അദാനിയുടെ കയ്യിൽ നിന്നും 15 കോടി രൂപ ശ്വേതാ മേനോൻ അമ്മയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അദാനി അമ്മയ്ക്ക് കൊടുക്കാം, അല്ലെങ്കിൽ ശ്വേതാ മേനോൻ പിടിച്ചു പറിച്ച് അദാനിയുടെ കയ്യിൽ നിന്ന് അമ്മയ്ക്ക് കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ രംഗത്തെത്തുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങൾ ഇത് 2 ദിവസം ആഘോഷിക്കും, 3-ന്റെ അന്ന് മാധ്യമങ്ങൾ ഇത് മറക്കും. മാധ്യമങ്ങൾക്ക് ഇവിടെയുള്ള സ്ത്രീകളുടെ സുരക്ഷയും കാര്യങ്ങളൊക്കെ അടുത്ത സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത് വരെ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ സ്ത്രീകളെ ഉന്നമനം നടത്തണം എന്ന് പറഞ്ഞൊരു മാധ്യമങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ അൻസിബ ഹസനെ ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം അൻസിബ ഹസൻ കൊണ്ടുവന്നു. കാരണം ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എന്നെ ജിഹാദി എന്ന് വിളിച്ചുവെന്നും 5 പേരെ ഞാൻ മതം മാറ്റാനായിട്ട് ശ്രമിച്ചുവെന്നും ടിനി ടോം പറഞ്ഞു. പക്ഷേ ടിനി ടോമിനെതിരെ പോലീസ് എന്ത് ചെയ്തു? കേസ് എടുത്തില്ല. ഇതിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് പോലീസ് അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അത് നമ്മുടെ സമൂഹത്തിൽ ചർച്ചയായില്ല. ടിനി ടോം എങ്ങനത്തെ ആളോ ആയിക്കൊണ്ട് പോട്ടെ, പോലീസ് എന്തുകൊണ്ട് ടിനി ടോമിനെതിരെ കേസെടുക്കാതെ അത് തള്ളിക്കളഞ്ഞു? അതാണ് ചോദ്യം. കാരണം പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഇതിൽ കഴമ്പില്ല എന്ന് കണ്ടുകൊണ്ടാണ് പോലീസ് അത് തള്ളിക്കളഞ്ഞത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അൻസിബ ഹസൻ അപ്പോഴും തൻ്റെ വാദത്തിൽ ഉറച്ചു നിന്നു. പോരാത്തന്നെ ടിനി ടോമിൻ്റെ വക്കീലുണ്ട്. ഈ ടിനി ടോമിൻ്റെ വക്കീൽ പറഞ്ഞിട്ട് രമേശ് പിഷാരടി അൻസിബയോട് മാപ്പെഴുതി കൊടുക്കണം എന്ന് പറഞ്ഞു എന്നുള്ളൊരു ഗുണ്ട് പിന്നീട് പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ രമേശ് പിഷാരടിക്കെതിരെ വീണ്ടും വലിയൊരു ആരോപണമാണ് അവിടെ വന്നിരിക്കുന്നത്. കാരണം ടിനി ടോം ജിഹാദി എന്ന് വിളിച്ചു എന്ന് പറയുന്നത് അൻസിബയുടെ ആരോപണമാണ്. ഈ അൻസിബയോട് ഇവിടെ അഡ്ഹോക്ക് കമ്മിറ്റി, അതായത് അമ്മയുടെ മറ്റേ കമ്മിറ്റി അടിച്ചു പിരിഞ്ഞല്ലോ, അമ്മയുടെ ആ തലപ്പത്തുള്ള ആൾക്കാരൊക്കെ അടിച്ചു പിരിഞ്ഞപ്പോൾ അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറഞ്ഞൊരു കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയുടെ തലവനായിട്ട് രമേശ് പിഷാരടിയെ കൊണ്ടുവരികയും രമേശ് പിഷാരടി എന്ത് ചെയ്തു? ഈ അൻസിബയെ സമീപിച്ചിട്ട് ഒരു മാപ്പ് എഴുതി കൊടുത്തേരെ എന്ന് പറഞ്ഞു എന്നുമാണ് വാർത്തകൾ പുറത്തു വന്നത്. പക്ഷേ അൻസിബ അത് വന്ന് ക്ലിയർ ചെയ്തു. രമേശ് പിഷാരടി ചേട്ടൻ എന്നോട് മാപ്പ് എഴുതി കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. ടിനി ടോമിൻ്റെ അഡ്വക്കേറ്റ് രമേശ് പിഷാരടിയോട് സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞിരുന്നു, അതാണ് എന്നോട് പറഞ്ഞത് എന്നാണ് അൻസിബ പറഞ്ഞത്. അല്ല, ആരിപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു ന്യായത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരാൾ ഇത് കേൾക്കുന്ന രമേശ് പിഷാരടി വന്ന് അൻസിബയോട് അങ്ങനെ മാപ്പെഴുതി കൊടുക്കാൻ പറഞ്ഞു എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അൻസിബയാണ് ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ആ സമയത്ത് അപ്പുറത്ത് നിൽക്കുന്ന അഡ്വക്കേറ്റ് ഒരു മാപ്പെഴുതി വാങ്ങിച്ചേക്കാം എന്ന് പറയുമ്പോൾ രമേശ് പിഷാരടി ഓടി വന്നിട്ട് അയാൾ ഒരു മാപ്പെഴുതി തരാൻ പറഞ്ഞു എന്ന് പറയുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ ആ അഡ്വക്കേറ്റിനോട് അതെങ്ങനെ അവർ മാപ്പെഴുതി തരാനായിട്ട് സാധിക്കും? ആദ്യം ഇത് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ തെളിയട്ടെ, എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് നോക്കാം എന്നാണല്ലോ രമേശ് പിഷാരടി പറയേണ്ടത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത്. എന്തായാലും രമേശ് പിഷാരടി രാഹുൽ മാങ്കൂട്ടം ഉണ്ടല്ലോ, നമ്മുടെ അവിടുത്തെ ഗർഭം കലക്കി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അല്ലെങ്കിൽ രാഹുൽ മാങ്ങണ്ടിയുടെ ആ ഒരു ഒഴിഞ്ഞ പദവിയിലാണ് രമേശ് പിഷാരടി ഇപ്പോൾ അവിടെ നിന്ന് കയറിയിട്ട് പാലക്കാട് നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഈ രാഹുൽ മാങ്കൂട്ടമേ ഇങ്ങനെയായിപ്പോയി. രമേശ് പിഷാരടിയുടെ കയ്യിൽ നിന്നും ഞാൻ വ്യക്തിപരമായിട്ട് ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാരണം രമേശ് പിഷാരടി ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി ശ്വേതാ മേനോൻ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് ഇങ്ങനെ കയറി സംസാരിച്ചതാണോ എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അങ്ങനെ അയാൾക്ക് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ ഇത് അശ്ലീലമാണ്, ലൈംഗിക ചുവയുള്ളൊരു സംസാരമാണ്. ഒരു സ്ത്രീയോടും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതിനിപ്പോൾ ഇൻറ്റിമേറ്റ് ഫ്രണ്ടായാലും ശരി തന്നെ, അച്ഛനായാലും ശരി തന്നെ, അമ്മയായാലും ശരി തന്നെ ഇങ്ങനെ സംസാരിക്കുക. അതിനകത്ത് ശ്വേതാ മേനോൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം അനവസരത്തിലാണ് ഇയാൾ അത് കയറി പറയുന്നത്, ആ ഒരു കോമഡി കയറി അടിക്കുന്നത്. ശ്വേതാ മേനോൻ അവസാനം അതിനകത്ത് കുറച്ച് നേരം സൈലൻ്റ് ആയിട്ട് നിന്നിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കാര്യമെന്ന്. അങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ശരി.